നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. ഫലം എന്താകുമെന്ന ആകാംക്ഷയിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. നെഞ്ചിടിപ്പിൽ രാഷ്ട്രീയ നേതാക്കളും. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിയെയാണ് ഈ ഫലം ബാധിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടെന്ന് CPM. ഒരിക്കൽ രാജിവെച്ച സാഹചര്യത്തിൽ ഇനി രാജിവെക്കേണ്ട ആവശ്യമില്ല. കേസ് നിയമപരമായി തന്നെ നേരിടുമെന്ന് CPM. ഗൗതം അദാനി വായ്പയായും ബോണ്ടുകളായും US-ൽ നിന്ന് സമാഹരിച്ചത് $20 കോടി. കുറ്റവാളി എന്ന് തെളിഞ്ഞാൽ 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. കൈക്കൂലി കേസ് ആയുധമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷവും. CPM സംഘടിത തീവ്ര മതം പോലെ ഭീഷണിയും അക്രമവാസനയും വ്യാപിപ്പിക്കുന്നു. CPM-നെ ഒതുക്കിയാൽ കേരളം മെച്ചപ്പെടുമെന്നും ഡോക്ടർ SS ലാൽ. CPM-ന് ഷാഫി പറമ്പിലിനെ പേടിയാണ്. അതുകൊണ്ട് തന്നെ അയാളെ നശിപ്പിക്കാൻ BJP-യെ കൂട്ടുപിടിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് പാലക്കാട് വിജയിക്കുമെന്ന് K. മുരളീധരൻ. BJP-യിലെ കൃഷ്ണകുമാറിനെ പോലെ എല്ലാ തെരഞ്ഞെടുപ്പിനും മത്സരിക്കാൻ താൻ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിന്റെ പിന്തുണ കിട്ടാത്തതിനെ തുടർന്ന് മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ നൽകിയിരുന്ന പരാതി പിൻവലിച്ചു നടി. ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മെയിൽ അയക്കുമെന്ന് പരാതിക്കാരി വ്യക്തമാക്കി. കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണ് മരിച്ച നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. അമ്മു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. സഹപാഠികൾക്ക് മാത്രമല്ല കോളേജിനും മരണത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് അവർ വ്യക്തമാക്കി. കരിവെള്ളൂർ കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി പുറത്ത്. സിവിൽ പോലീസ് ഓഫീസറായ ദിവ്യശ്രീയെ കൊലപ്പെടുത്താൻ കാരണമായത് ഗാർഹിക പീഡനം കൗൺസിലിംഗിൽ തുറന്നു പറഞ്ഞത്. ദൂർത്തടിച്ച പണവും സ്വർണ്ണാഭരണങ്ങളും തിരിച്ചു ചോദിച്ചതും പകകൂട്ടാൻ ഇടയായി. പുതിയ സർക്കുലർ ഇറക്കി വിദ്യാഭ്യാസ വകുപ്പ്. സമൂഹ മാധ്യമങ്ങൾ വഴി ഇനി കുട്ടികളുടെ പഠന കാര്യങ്ങൾ അയക്കാൻ പാടില്ല. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നോട്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാട്സ്ആപ്പ് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ വഴി നൽകരുതെന്നും സർക്കുലറിൽ പറയുന്നു. ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു നടപടി. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 10 നക്സലേറ്റുകൾ കൊല്ലപ്പെട്ടു. ബേജി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വനത്തിൽ രാവിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘത്തിന്റെ നക്സലേറ്റ് വിരുദ്ധ ഓപ്പറേഷനിലാണ് നക്സലുകൾ കൊല്ലപ്പെട്ടത്. ഇവരുടെ കയ്യിൽ നിന്നും വൻ ആയുധശേഖരവും പിടിച്ചെടുത്തു.